ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു വയസ്സ് തൊട്ട് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഇതേപോലെ കെട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ഉടുപ്പാണ്. നമ്മൾ മുകളിൽ ഇതേപോലെ ഒന്ന് കെട്ടിയാണ് കൊടുക്കുന്നത്. ഉള്ളിൽ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. സ്കേർട്ട് പോർഷനിൽ നമ്മളൊരു ലൈനിങ് കൊടുത്തിട്ടുണ്ട്. തയ്ക്കാൻ അറിയാവുന്ന എല്ലാവർക്കും തന്നെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മൾ കോട്ടൺ തുണിയിലാണിത് ചെയ്യുന്നത്. 1/2 മീറ്റർ തുണിയുടെ ആവശ്യമേ നമുക്കിതുള്ളൂ. 1/2 മീറ്റർ വേണ്ട, 40 സെൻറ്റിമീറ്റർ തുണിയുടെ ആവശ്യമേ നമുക്കിതിനുള്ളൂ. വേനലൊക്കെ വരുമല്ലോ, അപ്പം കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന, ചൂടൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന സൈസുള്ള കോട്ടൺ തുണി എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു 4 സ്ട്രിപ്പ് എടുക്കുന്നുണ്ട്. നമുക്ക് കൈക്ക് കെട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ്. 1 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. 10 ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ 4 സ്ക്വയർ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതി നീളവും ആയിട്ട് സ്ക്വയർ ആയിട്ടുള്ളൊരു പീസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ബോഡിയിലേക്ക് വേണ്ടുന്ന തുണിയുടെ അളവ് നോക്കാം. ബാക്കും ഫ്രണ്ടും ഞാൻ എടുത്തിരിക്കുന്നത് 12.5 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിന് അത്രയും നീളവും വീതിയുള്ള ലൈനിങ് ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ഒരേപോലെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുണിയൊന്നും മാറിപ്പോകാതിരിക്കാനായിട്ടൊന്ന് പിൻ ചെയ്ത് വയ്ക്കുക. നമ്മൾ 6 ഇഞ്ചാണ് ഉടുപ്പിൻ്റെ ബോഡിയുടെ ഇറക്കം എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഷോൾഡർ നമ്മൾ 4.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തു. സെയിം 4.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു. നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കം 4 ഇഞ്ചാണ് എടുക്കുന്നത്. ചെസ്റ്റ് നമ്മൾ 6.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തു. താഴ്ഭാഗം ഒരു 5.25 ഇഞ്ചിലും നമ്മളൊന്ന് മാർക്ക് ചെയ്തു. അതിനെ നമുക്ക് 2 മാർക്കിങ്ങളും ഒരു ലൈനാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം കൈക്കുഴിക്ക്. ഇനി നമുക്ക് നെക്കാണ് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വെച്ചിട്ട് 2 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തുക. താഴേക്ക് നമ്മളൊരു 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്കതിനൊരു ബോക്സാക്കി മാറ്റിയ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ കെട്ടിൻ്റെ മാർക്കിങ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമുക്ക് ഒരു 4 ഇഞ്ച് നീക്കിയിട്ട് 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ കഴുത്തിൻ്റെ മാർക്കിങ് ചെയ്ത് കൊടുത്തുനിന്ന് 4 ഇഞ്ച് നീക്കി 1 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ 1 ഇഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു. കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നതിലേക്ക് ഒന്ന് ഷേപ്പ് വരച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് കൂടുതൽ നമ്മൾ ആ ഒരു സ്ട്രാപ്പിൻ്റെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്യരുത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൈക്ക് വള്ളി വെച്ച് കൊടുക്കുമ്പോൾ വൃത്തിയായിട്ടിരിക്കുകയില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ തുണിയിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ബാക്കും ഫ്രണ്ടും ഇതേപോലെ ഒന്നിച്ച് വെച്ച് ഒന്ന് മടക്കിയിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ഒന്ന് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത ഭാഗങ്ങൾ രണ്ടും ഒരുപോലെ വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മെയിൻ തുണി ഇച്ചിരി കൂടുതൽ ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. 18 ഇഞ്ച് നീളമുള്ള 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. 9 ഇഞ്ചാണ് അതിൻ്റെ ഇറക്കം വരുന്നത്. ലൈനിങ് എടുക്കുമ്പോൾ നമ്മുടെ മെയിൻ തുണിയെക്കാട്ടിലും 2 ഇഞ്ച് കുറച്ചെടുക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ നമ്മളുടെ ബോഡി വെട്ടി വെച്ചിരിക്കുന്നത് ഇതേപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഇതേപോലെ സ്ട്രാഫ് സ്റ്റിച്ച് ചെയ്ത് എടുത്തത് ഇതേപോലെ ഒന്ന് വെക്കുക. നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം. നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഉണ്ട്, അതിപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ വെച്ചിരിക്കുന്ന സ്ട്രാപ്പിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിലാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഈ സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 4 ഇഞ്ച് വീതിയിൽ ഇതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ സ്ട്രാപ്പിൻ്റെ ഭാഗത്ത് വരുമ്പം ആ സ്ട്രാപ്പിനോട് ചേർന്ന് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ.
അതുകൊണ്ട് ഈ ഒരു സ്ട്രാപ്പിനോട് ചേർന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും ആ സ്ട്രാപ്പിനോട് ചേർന്ന് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. താഴേക്ക് വരുമ്പോൾ നമ്മൾ 1/4 ഇഞ്ച് വീതിയിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു വീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ഭാഗം വരുമ്പോഴും ആ സ്ട്രാപ്പിനോട് ചേർന്ന്, സ്ട്രാപ്പിൽ കയറി സ്റ്റിച്ച് ചെയ്യരുത്, സ്ട്രാപ്പിൻ്റെ ആ വീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചെയ്തെടുക്കാം നമുക്ക്. ഇതേപോലെ നമ്മൾ ആ മുകൾ ഭാഗം വരുമ്പോൾ ഒരു 1/4 ഇഞ്ച് താഴെ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ആ മാർക്ക് ചെയ്തതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ ഒട്ടും ചുളിവൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെറിയ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് കട്ടാവാത്ത രീതിയിൽ വേണമെന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രാപ്പിനോട് ചേർന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ ആ ഷോൾഡറും അതേപോലെ സ്ട്രാപ്പിൻ്റെ വീതിയും കറക്റ്റായി വന്നിരിക്കുന്നുണ്ട്. തന്നെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമ്മളുടെ ബാക്കും ഫ്രണ്ടും വേണമല്ലോ നമുക്ക്. അതേ നമുക്ക് മറ്റൊരു സൈഡും ഇതേപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോഡിയുടെ സ്റ്റിച്ചിങ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്കേർട്ട് എങ്ങനെയാണ് ഫ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നല്ല വശം താഴെയാണ് ഇട്ടിരിക്കുന്നത്. ചീത്തവശത്ത് തന്നെ ലൈനിങ് വയ്ക്കുക. ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും ചെറുതായിട്ട് ഫ്ലീറ്റ്സ് ഇട്ടെടുക്കാം. നമുക്ക് എത്രമാത്രം ചെറുതായിട്ട് ഫ്ലീറ്റ്സ് ഇടാൻ പറ്റുന്നോ അത്രയും ചെറുതായിട്ട് തന്നെ ഇടുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ പീസും ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ടിലേക്കുള്ളതാണെങ്കിൽ ഇനി ഒരു പീസ് കൂടെ അത് ബാക്കിലേക്കുള്ളതുമാണ്. അപ്പോൾ നമ്മൾ രണ്ടും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ബോഡിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിപ്പോൾ നമ്മൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ചെറിയ ഞൊറിയിട്ടപ്പോൾ തന്നെ ഉടുപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ നല്ല വശം ഒന്ന് ചേർത്ത് വയ്ക്കുക. ഇതേപോലെ കറക്റ്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ് മുകളിലേക്കൊന്ന് മാറ്റിയിടാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ മെയിൻ പീസ് ഈ ഒരു ഇത്ര മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് 2 ലെയറായിട്ടില്ലേ നമ്മുടെ ഉടുപ്പുകളൊക്കെ റെഡിമെയ്ഡൊക്കെ വരുമ്പോൾ കാണുന്നില്ലേ, ഒറ്റ സ്റ്റിച്ചല്ലല്ലോ ലൈനിങ്ങുമായിട്ട് വരുന്നത്, 2 സ്റ്റിച്ചായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇതേപോലെയാണ് അത് ചെയ്തെടുക്കുന്നത്. നമ്മുടെ യോക്ക് തുടങ്ങുന്നിടത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ട് നിർത്തുക. എന്നിട്ട് നമുക്ക് അതൊന്ന് നിവർത്തിയിടാം. അതിന് ശേഷം നമ്മുടെ ഈ നല്ല തുണി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ആ നല്ല തുണി ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമുക്ക് ഒന്ന് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഈ ബോഡി നമ്മുടെ ആ യോക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നേരെ നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നതാണ്. ഇത്രയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് എടുത്തു. എന്നിട്ട് ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം.
ഉണ്ടോ, ഇത്ര നമ്മൾ യോക്കിൻ്റെ ആ ഒരു പോർഷൻ വരെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മളുടെ ഈ ഒരു തുണി ഇച്ചിരി ബാക്കിലേക്കൊന്ന് വലിച്ചു മാറ്റി വയ്ക്കുക. നമുക്കിനി ആ തുണിയിൽ സ്റ്റിച്ച് വരാത്ത രീതിയിൽ വേണം ലൈനിങ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. കണ്ടില്ലേ, ഇതേപോലെ നമ്മുടെ അകത്തുള്ള തുണിയിൽ സ്റ്റിച്ച് കയറാത്ത രീതിയിൽ വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇത് മുകളിൽ നിന്ന് ഇതേപോലെ തന്നെ ഒന്ന് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും മതിയാവും. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടൊന്നുകൂടെ കാണിച്ചു തന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട്, ലൈനിങ്ങും നമ്മുടെ മെയിൻ തുണിയും രണ്ടായിട്ടാണ് കിടക്കുന്നത്. ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ തന്നെ നമ്മൾ മറുഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ട്, ഇപ്പം തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ ഒന്ന് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കാം. ഒരു 1/4 ഇഞ്ചിന് മടക്കി വീണ്ടും ഒരു 1/4 ഇഞ്ചിന് മടക്കിയിട്ട് നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് തന്നെ വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. ഇതേപോലെ നമ്മളൊന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ഒരു തുണിയുടെ താഴ്ഭാഗം നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഒന്ന് 1/4 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/4 ഇഞ്ചും കൂടെ മടക്കിയതിന് ശേഷം നമുക്ക് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞൊന്നും പോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉണ്ട്, അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഏകദേശം ഉടുപ്പിൻ്റെ എല്ലാ പരിപാടികളും തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ കെട്ട് വയ്ക്കുന്നിടത്ത് ഒരു ഹാങ്ങിങ്സ് മാത്രമേ കൊടുക്കാനുള്ളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ കാണിച്ചില്ലായിരുന്നു, നമ്മൾ 4 സ്ക്വയർ പീസ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് വേണം നമ്മൾ ഈ കെട്ടിൻ്റെ അറ്റത്തൊരു ഹാങ്ങിങ്സ് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു പള്ളിയുടെ അറ്റം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുണ്ട്, ഇവിടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് കെട്ടിടുക, താഴേക്ക് വരയ്ക്കുക, താഴ്ഭാഗം വരുമ്പോൾ ഒന്നും കൂടെ കെട്ടിയിട്ട് കൊടുക്കുക. നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ച് ചെയ്തതിൻ്റെ സൈഡാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ നമുക്കിതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഭാഗം കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നത് കാണും, അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്കിതേപോലെ നല്ലൊരു ഹാങ്സ് കിട്ടിയിട്ടുണ്ട്. 4 എണ്ണത്തിലും ഞാൻ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഞാൻ ഇതേപോലെ ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.